വയസ്സിലും എഴുത്തിന്റെ തിരക്കിലാണ് നിലമ്പൂർ ഇടിവണ്ണ സ്വദേശിയായ മാപ്പിളപ്പറമ്പിൽ മാത്യുവിന്റെ ഭാര്യ ആൻസി മാത്യു എന്ന വീട്ടമ്മ. 13 ദിവസങ്ങൾ കൊണ്ട് 280 പേജുകളിലായി കുടിയേറ്റ കർഷകരുടെ ജീവിതം പറയുന്ന ഇതാണ് അവരുടെ കഥ എന്ന നോവൽ ഇതിനകം വായനക്കാരുടെ മനസ്സ് കവർന്നു കഴിഞ്ഞു. എറണാകുളം കേന്ദ്രമായുള്ള വായനപ്പുര പബ്ലിക്കേഷനാണ് 2023 നോവൽ പുറത്തിറക്കിയത്. 1940 മുതൽ 2023 വരെയുള്ള കർഷക കുടുംബങ്ങളുടെ ജീവിതമാണ് ഈ നോവലിലൂടെ നമുക്ക് മുന്നിലേക്ക് ആൻസി മാത്യു തന്റെ രചനയിലൂടെ എടുത്തുകാട്ടുന്നത്. 1940 മുതൽ 1980 വരെയുള്ള മലയോര കർഷകരുടെ ജീവിത സമരങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും എടുത്തുകാട്ടുന്നു. ജീവിക്കുവാൻ വേണ്ടി മലബാറിലേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ ഇന്നത്തെ തലമുറയ്ക്ക് ഓർത്തെടുക്കുവാനും നോവലിലൂടെ സാധിക്കും. മലയോര കർഷകരുടെ ജീവിതം നോവലാക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്ന് ആൻസി പറയുന്നു. മക്കൾ പൈസ തരും, എല്ലാം വായിച്ചു തരുന്നത് ഹസ്ബൻഡാണ്. ഒന്നുകൂടി എഴുതിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി എഴുതി വരണമെങ്കിൽ നമ്മൾ ആദ്യം എഴുതിയൊന്ന് വായിക്കണമല്ലോ. അപ്പോൾ ഒക്കെ വായിച്ചു തരും. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട്. ഇനി ഞാൻ കുറച്ച് നോവലേറ്റുകൾ എഴുതാണ്ട് വെച്ചാൽ സമൂഹത്തിന് എന്തെങ്കിലും മനസ്സിലാകുന്ന രീതി വെച്ചാൽ ഒരു നല്ല എന്തെങ്കിലും. അതായത് ഇപ്പോൾ കുറേ ഈ വൃദ്ധരൊക്കെ ഒറ്റയ്ക്കായിട്ടുണ്ട്. പല വൃദ്ധരും ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നാലും അവർക്കൊരു വൃദ്ധമന്ദിരത്തിലേക്ക് പോവുക എന്നുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വൃദ്ധമന്ദിരങ്ങൾ ഒത്തിരി ആശ്വാസമായിരിക്കും, മക്കൾക്കും ആശ്വാസമാണ്. എന്നുവെച്ചാൽ ദൂരെയൊക്കെ ജോലിയുള്ള മക്കൾക്ക് അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു മാനസികമായിട്ട് അവർക്കും ഒരു ആശ്വാസം ഉണ്ടാവും. ഒരു വൃദ്ധമന്ദിരത്തിലാകുമ്പോൾ നല്ല ചികിത്സയും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അതിനെക്കുറിച്ചൊരു ബോധം വരുന്ന രീതിയിൽ കുറച്ച് കഥകൾ എഴുതണമെന്നുണ്ട്. മാതാവ് അന്നമ്മ ചെറുപ്പകാലങ്ങളിൽ പറഞ്ഞു തന്ന കഥകളും അച്ഛന്റെയും അമ്മയുടെയും മാതാപിതാക്കൾ പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങൾ ഓർത്തെടുത്താണ് നോവൽ രചിച്ചത്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ബാബു പുളിമൂട്ടിലാണ് നോവൽ എഴുതുവാൻ പ്രേരണ നൽകിയത്. കുറവിലങ്ങാട് ദേവമാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോബിൻ ജോസ് ചാമക്കലയാണ് അവതാരിക എഴുതിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം എടുത്തുകാട്ടി ലോലിപോപ്പ് എന്ന നോവലിന്റെ രചന ആൻസി മാത്യു ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ അവതാരികയ്ക്കായി കാത്തിരിക്കുകയാണ്. 2020 കുറച്ച് ദൈവങ്ങളും കുറച്ചേറെ ദൈവങ്ങും എന്ന ചെറുകഥാ സമാഹാരവും പുറത്തിറക്കിയിട്ടുണ്ട്. പബ്ലിക്കേഷനുള്ള ചിലവ് വലുതാണ്. ഭർത്താവും മക്കളും ഒപ്പം നിൽക്കുന്നതിനാലാണ് പുസ്തകങ്ങൾ പുറത്തിറക്കുവാൻ കഴിയുന്നത്. 260ഓളം കവിതകൾ ഉൾപ്പെട്ട ഫേസ്ബുക്ക് കവിതകൾ പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. 250ലേറെ ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവിത എഴുതി. തന്റെ പിതാവ് ജോസഫ് അധ്യാപകനായതോടെയാണ് ആൻസിയുടെ കുടുംബം മലബാറിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയത്. വീട്ടമ്മയായതോടെ എഴുത്തിൽ അല്പം പിന്നോട്ടു പോയ ആൻസി കഴിഞ്ഞ 10 വർഷമായി എഴുത്തിന്റെ ലോകത്താണ്. ഇടയ്ക്ക് കണ്ണിനൽപ്പം ചികിത്സ വേണ്ടി വന്നെങ്കിലും എഴുത്തിൽ നിന്നും പിന്നോട്ടു പോയില്ല. തന്റെ ചുറ്റുവട്ടമുള്ള ജീവിതങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലെ പ്രശ്നങ്ങളും പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആൻസി തന്റെ തൂലിക പ്രയോജനപ്പെടുത്തുന്നു. പുതിയ കാലഘട്ടത്തിൽ വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന രക്ഷിതാക്കൾ വയോജനങ്ങളിലേക്ക് മാറുന്നതിൽ തെറ്റില്ലെന്നാണ് ആൻസി പറയുന്നത്. പ്രശ്നങ്ങൾ എടുത്തുകാട്ടുന്ന നോവൽ പ്രസിദ്ധീകരിക്കുവാനും ലക്ഷ്യമിടുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.